ഇന്ന് നമ്മൾ ചെയ്തേക്കുന്ന ഒരു പാക്കേജിങ് ബോക്സാണ്. നമ്മളത് ചെറിയ ക്വാണ്ടിറ്റിയാണ് തന്നെ പ്രിൻ്റ് ആൻഡ് കട്ടാണ് ചെയ്തേക്കുന്നത്. ആദ്യം നമ്മൾ ഡിസൈൻ ചെയ്തതിന് ശേഷം പ്രിൻ്റ് അടിച്ച് ലാമിനേഷൻ ചെയ്തിട്ട് പ്രിൻ്റ് ആൻഡ് കട്ട്. ചെറിയ ക്വാണ്ടിറ്റിക്ക് പ്രിൻ്റ് ആൻഡ് കട്ടാണ് ബെറ്റർ. നമുക്ക് ബൾക്ക് ക്വാണ്ടിറ്റി വരുമ്പോഴാണ് നമ്മൾ ഡൈ എടുത്ത് ഡൈ കട്ടിങ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ പ്രിൻറ്റ് ചെയ്തേക്കുന്ന മെത്തേഡ് തന്നെ ഡിജിറ്റൽ പ്രിൻറ്റിംഗ് ആണ്. അതായത് 13 ഇഞ്ച് 19 ഇഞ്ചാണ് നമ്മുടെ പേപ്പറിൻ്റെ സൈസ് വരുന്നത്. ആ ഒരു ഷീറ്റിനകത്ത് പ്രിൻ്റ് അടിച്ചിട്ട് അത് ഷേപ്പ് കട്ടിംഗ് ആണ് നമ്മൾ ചെയ്തേക്കുന്നത്. നമ്മളൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറക്കുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ട്രൈ ചെയ്യാം. പക്ഷേ നമുക്കൊരു ബൾക്ക് ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ റേറ്റ് കൂടുതലായിരിക്കും, പെർ പീസിൻ്റെ റേറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് ഓഫ്സെറ്റ് പ്രിൻറ്റിംഗ് ചെയ്യേണ്ടി വരും. അതായത് നമുക്ക് ബൾക്ക് ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഓഫ്സെറ്റ് പ്രിൻറ്റിംഗ് ആണ് ബെറ്റർ ആയിട്ട് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കാണിച്ചേക്കുന്ന ഡിജിറ്റൽ പ്രിൻറ്റിംഗ് ആണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഓഫ്സെറ്റ് പ്രിൻറ്റിങ്ങിലേക്ക് നോക്കുമ്പോഴത്തേ നമുക്ക് മിനിമം ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അതായത് 500 പീസ് 1000 പീസ് ആ റേഞ്ചിലൊക്കെ നമുക്ക് ഏറ്റവും കുറഞ്ഞത് വേണം. പക്ഷേ അപ്പോൾ പേപ്പറിൻ്റെ ക്വാളിറ്റി മാറും. കാരണം ഇപ്പോൾ നമ്മൾ ചെയ്തേക്കുന്ന 300 GSM-നകത്ത് ആർട്ട് പേപ്പറാണ് ചെയ്തേക്കുന്നത്. പക്ഷേ ഓഫ്സെറ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഡ്യൂപ്ലെക്സ് പേപ്പർ പോലത്തെ പേപ്പറുകളൊക്കെ എടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കൊരു വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം വേണ്ട അതിൻ്റെ ഡൈ ലൈനാണ്. കാരണം മെഷീൻ ഡിറ്റക്റ്റ് ചെയ്യുന്നൊരു ലൈനാണ് ഈ ഡൈ ലൈൻ. അത് ഏതൊക്കെ പോർഷനാണ് കട്ട് ചെയ്യേണ്ടത്, ഏതൊക്കെ പോർഷനാണ് ക്രീസ് ചെയ്യേണ്ടത്, അത് മെഷീന് മനസ്സിലാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഡൈ ലൈൻ ആവശ്യമാണ്. അപ്പോൾ ഡൈ ഉണ്ടാക്കാനും ആ ഡൈ ലൈൻ തന്നെ നമുക്ക് ആവശ്യമുണ്ട്. പല വെബ്സൈറ്റ് വഴി നമുക്ക് ഡൈ ലൈൻ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ ബോക്സിൻ്റെ വിഡ്ത്ത് ഹൈറ്റ് ലെങ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഡൈ ലൈൻ നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ടൈപ്പിലുള്ള ബോക്സിന് പല തരത്തിലുള്ള ഡൈ ഉണ്ടാകും. അതായത് അത് മേക്ക് ചെയ്യുന്ന രീതി ചിലപ്പം പല ടൈപ്പിലായിരിക്കും വരുന്നത്. അത് ഓപ്പൺ ചെയ്യുന്ന രീതിയാകും, ചിലപ്പോൾ ഫോൾഡ് ചെയ്യുന്ന രീതിയാകും. അതിനെല്ലാം വെച്ച് ഡൈ ലൈൻ വ്യത്യാസമാകും.